ഹലോ. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലേ, അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു മാമ്പഴക്കറി ഉണ്ടാക്കാം. മാമ്പഴക്കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമായിട്ട് അതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ എടുത്തു വയ്ക്കാം. അതിനാവശ്യമുള്ള പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണം, പിന്നെ കാശ്മീരി മുളക് പൊടി ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ കടുക് വേണം, വറ്റൽമുളക്, ഉലുവ എന്നിവയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ല പഴുത്ത മാങ്ങയാണ് നല്ലത്. അധികം പുളി ഉണ്ടാവരുത്. ചെറിയ മാങ്ങ നോക്കി എടുക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ മാമ്പഴം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയാക്കി തൊണ്ടൊക്കെ കളഞ്ഞ് എടുക്കുക. എന്നിട്ടൊരു കുക്കറിലേക്കിട്ട് എത്ര മാങ്ങ ഏകദേശം വേണമെന്ന് നോക്കി തൊണ്ട് കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ട് കുക്കറിലിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം മാങ്ങ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടപ്പത്ത് വയ്ക്കുക. ഏകദേശം ഒരു 7-8 വിസിൽ മതിയാവും. അതിനുശേഷം തീ ഓഫ് ചെയ്ത് അവിടെ കുക്കർ മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിന് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടണം. തേങ്ങയിലേക്ക് 2-3 ഇതിൽ വെളുത്തുള്ളി, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് തേങ്ങ നന്നായിട്ട് അരയ്ക്കുക. തേങ്ങ അരപ്പ് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിൽ നിന്ന് മാങ്ങ വേവിച്ച് വെച്ചിരിക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും അടപ്പത്ത് വയ്ക്കണം. അങ്ങനെ അടപ്പത്ത് വെച്ച് മാങ്ങ ഉള്ള വെള്ളം തിളച്ച് വരും. തിളച്ച് വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ ശർക്കര ചേർക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. മാങ്ങ വെന്ത് കുറുകി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങ അതിനകത്ത് കിടന്ന് വെന്ത് നന്നായിട്ട് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമുക്കിതിനകത്തേക്ക് മോര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. തേങ്ങ നന്നായി വേവുന്നവരെ ഇളക്കി കൊടുക്കണം. ചൂടായി വന്നു തുടങ്ങി. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മോര് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തിളച്ച അരപ്പിലേക്ക് മോരൊഴിക്കുകയാണ്. മോരൊഴിക്കുമ്പോൾ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇളക്കുക. ആവശ്യത്തിന് പുളി ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മോരും അരപ്പൊക്കെ കൂടി മാങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ അത് വാങ്ങി വയ്ക്കുക. എന്നിട്ടൊരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ലേശം ഉലുവ ഇടണം. പൊട്ടി വന്ന കടുകിലേക്ക് ഉലുവ ഇടുക. ഉലുവ ഇട്ടിട്ട് ഇളക്കണം. അതിൻ്റെ കളറ് ലേശം ബ്രൗണായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഉലുവ ബ്രൗണായി വന്നു തുടങ്ങി. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഉലുവ ബ്രൗണായി. കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കറിവേപ്പില വാടി വന്ന് വറ്റൽമുളകും കളർ മാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾക്ക് ആദ്യം വാങ്ങി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.